എല്ലാവർക്കും നമസ്കാരം. ഇന്ന് എക്കണോമിക്സിലെ പ്ലാനിംഗ് ആണ്. പ്ലാനിംഗ് അതുപോലെ തന്നെ പഞ്ചവത്സര പദ്ധതികൾ 5 ഇയർ പ്ലാൻസ് ആണ് നമ്മളിന്ന് നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എക്കണോമിക്സിലെ സബ്ജക്റ്റ് വൈസ് ടെസ്റ്റാണ്. അപ്പോൾ ഓരോ ചോദ്യങ്ങളും ഞാൻ പറയാം, അത് കഴിഞ്ഞിട്ട് ഉത്തരം നിങ്ങൾ റീകളക്ട് ചെയ്യാൻ ശ്രമിക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത്, എന്താണ് ഹിന്ദു റേറ്റ് ഓഫ് ഗ്രോത്ത്? ഹിന്ദു റേറ്റ് ഓഫ് ഗ്രോത്ത് എന്ന് പറയുന്നത് എന്താണ്? ഹിന്ദു റേറ്റ് ഓഫ് ഗ്രോത്ത് എന്ന് പറയുന്നത് എന്താണ്? ഇതെന്ന് പറയുന്നത് ഇപ്പം നമ്മുടെ സോഷ്യലിസ്റ്റിക് പ്രിൻസിപ്പിൾസ്, ഹിന്ദു റേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ സോഷ്യലിസ്റ്റിക് പ്രിൻസിപ്പിൾസ് 1991 വരെയൊക്കെ നമ്മൾ സോഷ്യലിസ്റ്റിക് പ്രിൻസിപ്പിൾസിലാണ് നമ്മുടെ ഇൻഡസ്ട്രീസിനെയും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതനുസരിച്ച് പ്രൈവറ്റ് പ്ലെയേഴ്സിൻ്റെ കോൺട്രിബ്യൂഷൻ കുറവായിരുന്നു. അങ്ങനെയുള്ള സമയത്ത് 1990 മുമ്പിൽ നമ്മൾ കൈവരിച്ച ഗ്രോത്ത് എന്ന് പറയുന്നത് ശരാശരി 3.5% താഴെയായിരുന്നു. ഈ 3.5% ഗ്രോത്ത്, അതായത് ബിലോ 3.5% ഗ്രോത്തിനെയാണ് നമ്മൾ ഹിന്ദു റേറ്റ് ഓഫ് ഗ്രോത്ത് അല്ലെങ്കിൽ ഹിന്ദു റേറ്റ് ഓഫ് ഗ്രോത്ത് എന്ന് പറയുന്നത്. ഹിന്ദു റേറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഈ ലെസ് ദാൻ 3.5% ഗ്രോത്ത് ബിക്കോസ് ഓഫ് ദി സോഷ്യലിസ്റ്റിക് പാറ്റേൺ ഓഫ് സൊസൈറ്റി വർ ഇന്ത്യ വാസ് ഫോളോയിങ് ഈസ് റിഗാർഡഡ് ആസ് ഹിന്ദു റേറ്റ് ഓഫ് ഗ്രോത്ത്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഹിന്ദു റേറ്റ് ഓഫ് ഗ്രോത്ത് ആണ്. മനസ്സിലായല്ലോ ഇതെന്താണെന്നുള്ളത്? ഈ കോൺസെപ്റ്റ് മനസ്സിലായല്ലോ. രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, ഹിന്ദു വളർച്ചാ നിരക്ക് അഥവാ ഹിന്ദു റേറ്റ് ഓഫ് ഗ്രോത്ത് എന്ന പദത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? ഹിന്ദു റേറ്റ് എന്ന പദത്തിൻ്റെ ഉപജ്ഞാതാവ് ആര് എന്നാണ് ചോദ്യം. ആരാണ്? എം.എൻ. റോയ് ആണോ? അല്ല, രാജ് കൃഷ്ണയാണ് കേട്ടോ. രാജ് കൃഷ്ണയാണ് ഹിന്ദു റേറ്റ് ഓഫ് ഗ്രോത്ത് എന്ന പദത്തിൻ്റെ ഉപജ്ഞാതാവ് എന്ന് പറയുന്നത്. നമുക്കറിയാം 1ഉം 2ഉം, അതായത് ഈ ചോദ്യങ്ങൾ ഹിന്ദു റേറ്റ് ഓഫ് ഗ്രോത്തിലായിരുന്നു. ഹിന്ദു റേറ്റ് ഓഫ് ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞു, 3.5% താഴെയുള്ള ഗ്രോത്ത് ബിക്കോസ് വി വർ ഫോളോയിങ് സോഷ്യലിസ്റ്റ് പാറ്റേൺ ഓഫ് സൊസൈറ്റി. സോഷ്യലിസ്റ്റ് പാറ്റേൺ ഓഫ് സൊസൈറ്റീൻ്റെ പ്രത്യേകത എന്താണ്? ഗവൺമെൻറ് ആയിരിക്കും കൂടുതൽ കാര്യങ്ങൾ, ഇപ്പോൾ പ്രൊക്യൂറിങ്, ഇൻഡസ്ട്രീസ്, മാനുഫാക്ചറിങ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, ഇൻഡസ്ട്രീസൊക്കെ അതിൻ്റെയൊക്കെ എക്സ്പെൻഡിച്ചർ ആരാണ് വഹിക്കുക? ഗവൺമെൻറ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ പബ്ലിക് പാർട്ടിസിപ്പേഷൻ കുറവായിരിക്കും, ഗ്രോത്തും കുറവായിരുന്നു. അതാണ് ഈ ഹിന്ദു റേറ്റ് ഓഫ് ഗ്രോത്ത് ടേം കോയിൻ ചെയ്തത്, അല്ലെങ്കിൽ എന്ന പദത്തിൻ്റെ ഉപജ്ഞാതാവ്, ഹിന്ദു റേറ്റ് എന്ന പദത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? രാജകൃഷ്ണയാണ്. അപ്പോൾ 2 ചോദ്യം കഴിഞ്ഞാൽ മൂന്നാമത്തെ ചോദ്യം, ജനകീയ പദ്ധതി അല്ലെങ്കിൽ പീപ്പിൾസ് പ്ലാനിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? പീപ്പിൾസ് പ്ലാൻ ആരാണ് ഉപജ്ഞാതാവ്? എം.എൻ. റോയ് ആണ്. 1945 ഈ പീപ്പിൾസ് പ്ലാൻ എന്ന പ്ലാൻ രൂപീകരിച്ചത്. ജനകീയ പദ്ധതി അഥവാ പീപ്പിൾസ് പ്ലാൻ. അതുപോലൊരു പ്ലാനാണ് നാലാമത്തെ ചോദ്യം, സർവോദയ പ്ലാൻ. സർവോദയ പദ്ധതി. ആരാണ് ഇതിൻ്റെ ഉപജ്ഞാതാവ്? ജയപ്രകാശ് നാരായണാണ് സർവോദയ പ്ലാൻ. ഇതൊക്കെ എന്തുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്? നമ്മുടെ എക്കോണമിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ്, പ്രത്യേകിച്ചും പ്ലാനിങ് അല്ലേ. അപ്പോൾ പ്ലാനിങ്ങുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ നമുക്കൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യം എന്ന് പറയുന്നത്, 5ാമത്തെ ചോദ്യം, ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ പിതാവ്, പ്ലാനിങ്ങിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? എം. വിശ്വേശ്വരയ്യയാണ്. വിശ്വേശ്വരയ്യയാണ് എന്ത്? പ്ലാനിങ്ങിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് വിശ്വേശ്വരയ്യയാണ് അല്ലേ. ആറാമത്തെ ചോദ്യം, ഇന്ത്യൻ എഞ്ചിനീയറിങ്ങിൻ്റെ പിതാവ് എന്ന് ചോദിച്ചാലും ആരാണ്? എം. വിശ്വേശ്വരയ്യയാണ് ഉത്തരം അല്ലേ. എഞ്ചിനീയറിങ്ങിൻ്റെ പിതാവ്, അതുപോലെ തന്നെ ഇന്ത്യൻ പ്ലാനിങ്ങിൻ്റെ പിതാവും. 7ാമത്തെ ചോദ്യം, ഈ പ്ലാൻഡ് എക്കോണമി ഫോർ ഇന്ത്യ എന്ന കൃതി ആരാണ് രചിച്ചത്? ഇതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യം. പ്ലാൻഡ് ഇക്കോണമി ഫോർ ഇന്ത്യ, മലയാളത്തിൽ ഇംഗ്ലീഷിലായി പോയി. പ്ലാൻഡ് എക്കോണമി ഫോർ ഇന്ത്യ എന്ന കൃതി ആരാണ് രചിച്ചതെന്ന് ചോദിച്ചാലും ആരാണ്? എം. വിശ്വേശ്വരയ്യയാണ് ഉത്തരം. 8ാമത്തെ ചോദ്യം എന്ന് പറയുന്നത്,
നമുക്കൊരു ദേശീയ പ്ലാനിംഗ് കമ്മിറ്റി ഉണ്ടായിരുന്നു. ദേശീയ പ്ലാനിംഗ് കമ്മിറ്റി. ഈ ദേശീയ പ്ലാനിംഗ് കമ്മിറ്റിയുടെ അല്ലെങ്കിൽ കമ്മിറ്റി ആരംഭിച്ച വർഷം എന്ന് പറഞ്ഞാൽ ഏത് വർഷമാണ്? 1932. ഓർത്ത് നോക്കണം. ദേശീയ പ്ലാനിംഗ് കമ്മിറ്റി ആരംഭിച്ച വർഷം 1938 അല്ലേ? അപ്പോൾ 9ാമത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടാണ്. ദേശീയ പ്ലാനിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരാണ്? നെഹ്റു ആണ് കേട്ടോ. ദേശീയ പ്ലാനിംഗ് കമ്മിറ്റി എന്ന് പറഞ്ഞൊരു കമ്മിറ്റി 1938 ഉണ്ടായിരുന്നു. ദേശീയ പ്ലാനിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരാണ്? നെഹ്റു ആണ്. 9 ചോദ്യം കഴിഞ്ഞിരിക്കുകയാണ്. 10ാമത്തെ ചോദ്യം നമ്പർ 10. ബോംബെ പദ്ധതി എന്ന ഒരു പദ്ധതി ഉണ്ടായിരുന്നു. അതിന് പിന്നിൽ പ്രവർത്തിച്ച മലയാളി. ബോംബെ പദ്ധതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച മലയാളി. ബോംബെ പ്ലാൻ ആരാണ്? ജോൺ മത്തായിയാണ് ബോംബെ പ്ലാൻ എന്ന പദ്ധതിയുടെ പിറകിൽ പ്രവർത്തിച്ച മലയാളി. 11ാമത്തെ ചോദ്യം നമുക്ക് നേരിട്ട് ഇനി പഞ്ചവത്സര പദ്ധതികളിലേക്ക് കടക്കാം. പഞ്ചവത്സര പദ്ധതി 5 ഇയർ പ്ലാൻസ് എന്ന് പറയുന്ന ആശയം കടമെടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ ആ ആശയം ഏത് രാജ്യത്തു നിന്നാണ് മാതൃകയായിട്ട് എടുത്തിരിക്കുന്നത്? ഇപ്പോൾ റഷ്യയാണ്. പണ്ടത്തെ സോവിയറ്റ് യൂണിയൻ എന്നാണ് പഞ്ചവത്സര പദ്ധതിയായി ബന്ധപ്പെട്ടിട്ടുള്ള ആശയം കടമെടുത്തിരിക്കുന്നത് അല്ലേ? 5 ഇയർ പ്ലാൻസ്. ഇനി 12ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ലോകത്തിൽ ആദ്യമായി പഞ്ചവത്സര പദ്ധതി നടപ്പിലാക്കിയ ഭരണാധികാരി ആര്? പഞ്ചവത്സര പദ്ധതിയായി ബന്ധപ്പെട്ടിട്ടുള്ള ആദ്യം നടപ്പിലാക്കിയ ഭരണാധികാരി എന്ന് പറയുന്നത് ജോസഫ് സ്റ്റാലിനാണ്. 1928 പഞ്ചവത്സര പദ്ധതി നടപ്പിലാക്കിയ ആദ്യത്തെ ഭരണാധികാരി എന്ന് പറയുന്നത്. അപ്പോൾ റഷ്യയിൽ നിന്നാണ് നമ്മൾ ഈ മാതൃക ഉൾക്കൊണ്ടത്. അതുപോലെ തന്നെ ജോസഫ് സ്റ്റാലിനാണ് ലോകത്തിൽ ആദ്യമായി പഞ്ചവത്സര പദ്ധതി നടപ്പിലാക്കിയ ഭരണാധികാരി. ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച പ്രധാനമന്ത്രി ആരാണ്? ഇന്ത്യൻ PM ഹു ഇംപ്ലിമെൻറ്റഡ് 5 ഇയർ പ്ലാൻ എന്ന് പറയുന്നത് ആരാണ്? എല്ലാവർക്കും അറിയാം അല്ലേ? ജവഹർലാൽ നെഹ്റു ആണ്. 13ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ജവഹർലാൽ നെഹ്റു ആണ്. ഹൂ ഈസ് ദ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ഹു ഹാസ് ഫസ്റ്റ് ഇംപ്ലിമെൻറ്റഡ് ദി 5 ഇയർ പ്ലാൻസ് എന്ന് പറഞ്ഞാൽ ജവഹർലാൽ നെഹ്റു ആണ്. ഓക്കെ അല്ലേ? ഒന്നാം പഞ്ചവത്സര പദ്ധതി തുടങ്ങിയത് 1951 ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന മലയാളി ആരാണ്? ഡോക്ടർ KN രാജ് ആണ്. അപ്പോൾ ഒന്നാമത്തെ പഞ്ചവത്സര പദ്ധതി തുടങ്ങിയ 1951 ഏപ്രിൽ 1 ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന മലയാളി ഡോക്ടർ KN രാജ്. ഒന്നാം പഞ്ചവത്സര പദ്ധതിക്ക് ഊന്നൽ, അതായത് ഈ പദ്ധതി ഊന്നൽ നൽകിയ അതിൻ്റെ ഫോക്കസ് ഏരിയാസ് ഏതൊക്കെയായിരുന്നു? ഊന്നൽ നൽകിയ മേഖലകൾ ഏതായിരുന്നു? കൃഷി, അതുപോലെ തന്നെ ജലസേചനം. കൃഷിയും ജലസേചനമാണ് ഊന്നൽ നൽകിയ ഏരിയാസ്. ഏത്? ഒന്നാം പഞ്ചവത്സര പദ്ധതിയെ കുറിച്ച് നമ്മൾ പറയുന്നത്. 16ാമത്തെ ചോദ്യം ഒന്നാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യമിട്ട വളർച്ചാ നിരക്ക്. ഇത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, എന്നാലും ഇത് ലക്ഷ്യം കൈവരിച്ചോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. 2.1% ലക്ഷ്യം വെച്ചത്, പക്ഷേ കൈവരിച്ച വളർച്ചാ നിരക്ക് എന്ന് പറയുന്നത് 3.6%. 16ാമത്തെ ചോദ്യം കഴിഞ്ഞിരിക്കുകയാണ്. ടാർഗറ്റ് 2.1% ആയിരുന്നു, പക്ഷേ കൈവരിച്ചത് 3.6%. അപ്പോൾ എത്രയാണ്? അത് കൂടുകയാണ് ചെയ്തത്. ടാർഗറ്റിൽ നിന്ന് കൂടുകയാണ് ചെയ്തത് അല്ലേ? കൈവരിച്ചത് കൂടുതലാണ്. വ്യാവസായിക പുരോഗതി ലക്ഷ്യം വെച്ച പദ്ധതി ഏതാണ്? വ്യാവസായിക പുരോഗതി ലക്ഷ്യം വെച്ച പഞ്ചവത്സര 5 ഇയർ പ്ലാൻ ഏതാണ്? വ്യാവസായിക പുരോഗതി രണ്ടാമത്തെ 5 ഇയർ പ്ലാനാണ്. വ്യാവസായികമായിട്ടുള്ള പുരോഗതി ലക്ഷ്യം വെച്ചത്. വ്യാവസായിക പദ്ധതി എന്നറിയപ്പെടുന്നത് ഇതാണ്. 18ാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. 18ാമത്തെ ചോദ്യം 1962 ഇന്ത്യ ചൈന യുദ്ധവും 1965 ഇന്ത്യ പാക് യുദ്ധവും നടന്നത് ഏത് പഞ്ചവത്സര പദ്ധതിയുടെ സമയത്താണ്? വിച്ച് 5 ഇയർ പ്ലാൻ?
മൂന്നാമത്തെ പഞ്ചവത്സര പദ്ധതിയിലാണ്. 1962 ഇന്ത്യ ചൈന യുദ്ധവും 1965 ഇന്ത്യ പാക് യുദ്ധവും നടന്ന്. ഇതുകൊണ്ട് തന്നെ മൂന്നാം പഞ്ചവത്സര പദ്ധതി ഒരു പരാജയത്തിന് കാരണമായി, അല്ലെങ്കിൽ ഈ ഒരു ഫാക്ടേഴ്സാണ് പരാജയത്തിന് കാരണമായത്. ഇത് തേർഡ് 5 ഇയർ പ്ലാനിൻ്റെ പരാജയത്തിന് കാരണമായത്. 19ാമത്തെ ചോദ്യം, ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് ഇറാഡിക്കേഷൻ ഓഫ് പോവർട്ടി, ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് ഊന്നൽ നൽകിയ പഞ്ചവത്സര പദ്ധതി ഏതാണ്? 5th 5 ഇയർ പ്ലാനാണ്. 5ാമത്തെ 5 ഇയർ പ്ലാനാണ്. ഇതിൻ്റെ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് 20 ദിന പരിപാടി എന്ന് പറഞ്ഞ 20 പോയിൻ്റ് പ്രോഗ്രാം. 20ാമത്തെ ചോദ്യം തന്നെയായിട്ട് പറയാം അല്ലേ? 20ാമത്തെ ചോദ്യമായിട്ട് പറയാം. 20 പോയിൻ്റ് പ്രോഗ്രാം, 20 ദിന പരിപാടി എന്ന് പറഞ്ഞ് ഏതുമായി ബന്ധപ്പെട്ടിട്ടായിരുന്നു? ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിൻ്റെ ഭാഗമായിട്ടാണ് 20 ദിന പരിപാടികൾ പ്രഖ്യാപിച്ചത്. ഇന്ദിരാഗാന്ധിയാണ് 1975. ഇത്രയും കാര്യങ്ങളാണ്. ഗരീബി ഹട്ടാവും കൂടിയുണ്ട് 5ാമത്തെ 5 ഇയർ പ്ലാനുമായി ബന്ധപ്പെട്ട്. ഗരീബി ഹട്ടാവോ എന്ന് പറഞ്ഞ സ്ലോഗനും കൂടി ഓർത്ത് വെക്കണം, ഗരീബി ഹട്ടാവോ. അപ്പോൾ 20ാമത്തെ ചോദ്യം, 20 പോയിൻ്റ് പ്രോഗ്രാം അഥവാ 20 ദിന പരിപാടി ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടി തുടങ്ങിയത് ഏത് 5 ഇയർ പ്ലാനിലാണ്? പ്രഖ്യാപിച്ചത് ഏത് 5 ഇയർ പ്ലാനിലാണ്? 5ാമത്തെ 5 ഇയർ പ്ലാനിലാണ്. 21ാമത്തെ ചോദ്യം, 7ാം പഞ്ചവത്സര പദ്ധതി 7th 5 ഇയർ പ്ലാൻ പ്രഖ്യാപിച്ച പ്രധാനമന്ത്രി ആരാണ്? രാജീവ് ഗാന്ധിയാണ് അല്ലേ? രാജീവ് ഗാന്ധിയാണ് 7ാമത്തെ പഞ്ചവത്സര പദ്ധതി പ്രഖ്യാപിച്ചത്. റിപ്പീറ്റഡ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. ഇന്ത്യ വാർത്താവിനിമയ രംഗത്ത് പുരോഗതി കൈവരിക്കാൻ നേതൃത്വം നൽകിയത് അല്ലെങ്കിൽ പുരോഗതി കൈവരിച്ചത് ഏത് പഞ്ചവത്സര പദ്ധതിയിലാണ്? വാർത്താവിനിമയ രംഗത്ത് ഏത് പദ്ധതിയാണ്? അപ്പോൾ 7th 5 ഇയർ പ്ലാൻ പറയണേ. 7th 5 ഇയർ പ്ലാനാണ്. രാജീവ് ഗാന്ധിയാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് അല്ലേ? ഈ പ്ലാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അല്ലെങ്കിൽ 5 ഇയർ പ്ലാൻ ഏത് സമയത്തായിരുന്നു? രാജീവ് ഗാന്ധിയുടെ സമയത്താണ് 7ാമത്തെ പഞ്ചവത്സര പദ്ധതി ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നത്. 23ാമത്തെ ചോദ്യം, 8ാമത്തെ പഞ്ചവത്സര പദ്ധതി നടപ്പിലാക്കിയ പ്രധാനമന്ത്രി. 8ാമത്തേത്, ഇതിനൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്. 8ാമത്തേത് നരസിംഹറാവു അല്ലേ? നരസിംഹറാവുമാണ്. 8ാമത്തേത് നരസിംഹറാവുമാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. 8ാമത്തെ പഞ്ചവത്സര പദ്ധതി നടപ്പിലാക്കിയ പ്രധാനമന്ത്രി നരസിംഹറാവുമാണ്. ന്യൂ എക്കണോമിക് പോളിസി നടപ്പിലാക്കിയ പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത് 8ാമത്തെയാണ്. ന്യൂ എക്കണോമിക് പോളിസി അഥവാ പുത്തൻ സാമ്പത്തിക പരിഷ്കാരം അല്ലെങ്കിൽ പുത്തൻ സാമ്പത്തിക നയം. അപ്പോൾ ന്യൂ എക്കണോമിക് പോളിസി നടപ്പിലാക്കിയ പഞ്ചവത്സര പദ്ധതി 8ാമത്തേതാണ് അല്ലേ? 25ാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, 9ാം പഞ്ചവത്സര പദ്ധതി എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? ജനകീയ പദ്ധതി കേട്ടോ. 9ാമത്തെ പഞ്ചവത്സര 9th 5 ഇയർ പ്ലാൻ എന്ന് പറയുന്നതിൻ്റെ വേറൊരു പേരെന്താണ്? ജനകീയ പദ്ധതി. തിരിച്ചാണ് ചോദിക്കുക. ജനകീയ പദ്ധതി എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഏതാണ് എന്നാണ് ചോദിക്കുക. ജനകീയ പദ്ധതി എന്ന് അറിയപ്പെടുന്ന പദ്ധതി ഏതാണ്? 9th 5 ഇയർ പ്ലാനാണ്. 26ാമത്തെ ചോദ്യം, വിദ്യാഭ്യാസ പദ്ധതി എന്ന് 11ാം പഞ്ചവത്സര പദ്ധതിയെ വിശേഷിപ്പിച്ച വ്യക്തി ആരാണ്? വിദ്യാഭ്യാസ പദ്ധതി എന്ന് 11ാമത്തെ പഞ്ചവത്സര പദ്ധതിയെ വിശേഷിപ്പിച്ച വ്യക്തി ആരാണ്? മൻമോഹൻ സിംഗ് ആണ്. മൻമോഹൻ സിംഗ് ആണ് 11ാം പഞ്ചവത്സര പദ്ധതിയെ വിദ്യാഭ്യാസ പദ്ധതി എന്ന് വിശേഷിപ്പിച്ചത്. അവസാനത്തെ ചോദ്യം, 27ാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, നീതി ആയോഗ് നിലവിൽ വന്ന പഞ്ചവത്സര പദ്ധതി ഏതാണ്? നീതി ആയോഗ് 12ാമത്തെ പഞ്ചവത്സര പദ്ധതിയിലാണ് നീതി ആയോഗ് നിലവിൽ വന്നത്. ഇത്രയാണ് പഞ്ചവത്സര പദ്ധതികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളെന്ന് പറയുന്നത്. ഇപ്പോൾ സെലക്റ്റഡ് ആയിട്ടുള്ള 10-25 ചോദ്യങ്ങളാണ് എടുത്തിരിക്കുന്നത്. ബാക്കി ഒരു തവണ കൂടെ റിവൈസ് ചെയ്ത് കഴിഞ്ഞാൽ കുറേ കൂടെ ക്ലാരിറ്റി ഈ പറയുന്ന സബ്ജക്റ്റിൽ അല്ലെങ്കിൽ ടോപ്പിക്കിൽ ഉണ്ടാവും. അപ്പോൾ ബൈ, ടേക്ക് കെയർ.